പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENS +2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജി +2 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയുടെ 14ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നോ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും മോഡലുകളും മാറ്റമുണ്ട്. പുതിയ രീതി അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തുന്നത്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, 1 വേർഡ് ആൻസർ ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തുള്ള ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് റെഫർ ചെയ്യാം. 14ാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ 14.1, 2, 14.3, 4 അങ്ങനെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് കാണും. അതിൻ്റെ ആൻസർ തന്നെ ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തും കാണും. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ നമുക്ക് ഗൈഡ് ഉപയോഗിച്ച് കിട്ടും. ഓക്കെ, ഗൈഡ് ആവശ്യമുള്ളവരെൻ്റെ വാട്സപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ എല്ലാ വിഷയങ്ങളുടെയും അയച്ചു. പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ ഏത് ഭാഷയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 10 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതാണ് അവിടെ ഹൂ ഈസ് എ പീർ, ആരാണ് പീർ എന്ന് പറയുന്നത്? പീർ ഈസ് എ സൂഫി ടീച്ചറാണ്. സൂഫി ടീച്ചർമാരെയാണ് ഈ പീർ എന്ന പേരിൽ വിളിക്കുന്നത്. രണ്ടാമത് വിച്ച് ഫേമസ് ചിഷ്ടി സൂഫി, ഏത് ഫേമസ് ചിഷ്ടി സൂഫിയാണ് സൈൻഡ് ലീവ്ഡ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഖൽജി ആൻഡ് തുഗ്ലക്? ഖൽജി ആൻഡ് തുഗ്ലക്കിന്റെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള ചിഷ്ടി സൂഫി ആരാണെന്നുള്ളത് നിസാമുദ്ദീൻ ഔലിയ. മൂന്നാമത്തെ ദി ഭക്തി മൂവ്മെന്റ് അറ്റംപ്റ്റ് ടു ബ്രേക്ക് അവേ ഫ്രം വിച്ച് സിസ്റ്റം? ഭക്തി മൂവ്മെന്റ് എന്ത് ചെയ്തു? അറ്റംപ്റ്റ് ബ്രേക്ക് ചെയ്തു, അവിടെ നിന്ന് പോയി. ഫ്രം വിച്ച് സിസ്റ്റം? ഏത് സിസ്റ്റം പ്രകാരം? ഓർത്തഡോക്സ് ബ്രാഹ്മൺസ്. നാലാമത് നെയിം എനി 3 ഇമ്പോർട്ടന്റ് ഭക്തി സയന്റിസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭക്തി സയന്റിസ്റ്റുമാരുടെ പേര് എഴുതുക. 1 കബീർ, 2 തുക്രാം, 3 ചൈതന്യ. അത് 5ാമത്തെ ചോദ്യമാണ് നെയിം എനി 2 ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് റിട്ടൺ ഇൻ സംസ്കൃതം. ഏറ്റവും പ്രധാനപ്പെട്ട 2 ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട് സംസ്കൃതത്തിൽ, അത് ഏതൊക്കെയെന്നുള്ളത് ആണ് ചോദ്യം വയ്ക്കുക. അതിൻ്റെ ആൻസർ രാജതരുണഗിനി, അതേപോലെ തന്നെ പൃഥ്വിരാജാവിന്യ എന്ന് പറയും. ഇത് രണ്ടാണ്. അടുത്തത് നെയിം എനി 4 റീജിയണൽ ലാംഗ്വേജ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദി മിഡീവൽ പീരിയഡിൽ ഡെവലപ്പ് ചെയ്ത 4 ലാംഗ്വേജ് അതൊക്കെയാണ്? മറാത്തി, ബംഗാളി, ഗുജറാത്തി, ഒറിയ. അടുത്തത് നെയിം ദി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റഡ് ബൈ അമീർ ഖുസ്രു. അമീർ ഖുസ്രു ഡെവലപ്പ് ചെയ്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താന്നുള്ളത്? എന്താണ് അതിന്റെ പേര്? സിതാർ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഹൂ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ദ്രുബാഡ് സ്റ്റേറ്റ്? ആരാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഡെവലപ്പ് ചെയ്ത് ദ്രുബാഡ് സ്റ്റേറ്റ്? രാജ മനിസിംഗ് എന്ന് പറയും. 9ാമത് വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോൺ വാസ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഫത്തേപൂർ സിക്രി? ഫത്തേപൂർ സിക്രി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ്, കല്ലുകളാണ് ഉപയോഗിച്ചത്? റെഡ് സാൻഡ് സ്റ്റോൺ. റെഡ് സാൻഡ് സ്റ്റോൺ. ലാസ്റ്റ് നെയിം സം ഓഫ് ദി ഡെക്കറേറ്റീവ് സ്റ്റൈൽ ഡ്യൂറിംഗ് മിഡീവൽ ആർട്ട്. ഏതൊക്കെയാണ് മിഡീവൽ ആർക്കിടെക്ചർ പ്രകാരം ഉപയോഗിച്ചിരുന്ന ഡെക്കറേറ്റീവ് സ്റ്റൈൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാലിഗ്രഫിയാണ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഇടയിലുള്ള 1 വേർഡ്. ഇനിയും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വരുന്ന വീഡിയോയിൽ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നമ്മളുണ്ട്.
അതേപോലെ തന്നെ അസൈൻമെന്റ് പ്രൊജക്റ്റുകൾ എല്ലാ വിഷയങ്ങളും ഗൈഡുകൾ ആവശ്യമുള്ളവർക്ക് അതുപോലെയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. SSLC +2 ഡിഗ്രി PG 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ SSLC +2 അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. ഗൾഫിലുള്ളവർക്ക് ലീവിന് വരുന്ന സമയത്തേക്ക് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.